ചേട്ടാ അതേ പാല് തിളച്ചു. ഇനിയെല്ലാം മംഗളകരമായിരിക്കും ശാരദേ. പുറത്തെല്ലാവർക്കും കൊടുക്കണേ. ആ വാ മോളെ വാ. ഇന്നാ മോളെ. ഇന്നടാ കൂട്ടാ. എല്ലാരും കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ആദ്യം പാല് കുടിക്കേ. ആ ഇവിടെ ആ ഗോപാലനിപ്പോ എത്തുമല്ലോ. ഇങ്ങനെ അവിടെ എന്തെടുക്കുക? പോയി നോക്കിയിട്ട് വന്നാലോ. TV ഓടിക്കൊണ്ടിരിക്കുക. അച്ഛാ, എങ്ങോട്ടാണ് അച്ഛാ പോണേ? അച്ഛൻ പോയിട്ട് ഇനി എപ്പോഴാ വരാ? അച്ഛാ, എല്ലാരും പറയാ ഇനി അച്ഛൻ ഇങ്ങോട്ട് വരില്ലെന്ന്. എണീക്കടോ, പോവാം. മതി മതി, വണ്ടിക്കറ നടക്ക്. വരാനാ പറഞ്ഞത്. അയ്യോ എന്റെ മക്കളെ വിട്ടിട്ട് പോവാ. ഇവരെ നോക്കാൻ ആരാണ് ഇനിയുള്ളത്? ആ കേറ് കേറ്. പുതിയതായിട്ട് ഒരു വീടും കെട്ടി ഗൃഹപ്രവേശവും കഴിഞ്ഞിട്ട് ചേച്ച ഭഗവാനെ എന്തൊക്കെയാണ് ഈ കാണുന്നത്? യെസ് സർ. എന്തു പറ്റി? റേപ്പ് ആൻഡ് മർഡർ ആണോ? അല്ല സർ, കൊലപാതകം എന്നാ തോന്നുന്നു. ആസ് യൂഷ്വൽ. എന്തടോ, സ്റ്റേഷനിലെ പുതിയ ലേഡി കോൺസ്റ്റബിളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. തനിക്കിപ്പോൾ സന്തോഷമായല്ലോ. കണ്ടറിയണം. വിളിച്ചിട്ടുണ്ട് ചേംബർ മീറ്റിംഗിന്. ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് സാർ. ഡോക്ടർക്കോ? അറിയിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനോ? ഇൻഫോം ചെയ്തിട്ടുണ്ട്. പബ്ലിക് എൻക്വയറി ചെയ്തോ? എന്താ പറഞ്ഞത്? ചോദിച്ചപ്പോൾ ഇവിടെയുള്ള പെണ്ണല്ലെന്നാ പറഞ്ഞത്. ആരോടോ അവൻ? സിനിമാ ഫോട്ടോഗ്രാഫറോ? വേറെ വേറെ ആംഗിളിലാണല്ലോ ഫോട്ടോ എടുക്കണേ. എടുത്ത് മതി, പൊടു. തലയുടെ മുകളിൽ വേറെ എവിടെയെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ നോക്കിയേ. ഓക്കെ സാർ. നോട്ടഡ്. താൻ വന്നേ. ചേച്ചി ഒന്ന് നിക്കേ, ഞാനും വരുന്നു. എന്തോന്നാ പെണ്ണെ, മുഖമൊക്കെ ആകെ ചൂന്ന് തൊടുത്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഒരു കല്യാണം വരും എന്നൊക്കെ തോന്നുന്നു. അത് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടല്ലേ?
അയ്യോ, എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമില്ല. അച്ഛൻ എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്ന. ഇവിടെ പ്രിയയും നന്ദിനി ഒന്നും വന്നില്ലേ? അത് ശരിയാ, നമ്മൾ എത്തുന്നതിന് മുന്നേ അവരെത്തുന്നതാ. ഇന്ന് എന്താ പറ്റിയാ? വാൻ എത്താനുള്ള സമയമായല്ലോ. വാൻ തന്നെ വളരെ പതുക്കിയാ വരുന്നേ. വേഗം പോ. സ്റ്റഡി ബാലൻസ് ചെയ്യ മരുമോനെ. എന്താ അമ്മാവാ? കൊലയാളി ഇവിടെ ഉണ്ടാകാനാണ് സാധ്യത. അതെ, അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ മതിയാവും. ശരി അമ്മാവാ. എന്ത് സംഭവിച്ചാലും ശരി, നീ എന്നെ വിട്ടുപോകാനും പാടില്ല, ഞാൻ നിന്നെ വിട്ടുപോകാനും പാടില്ല. അമ്മാവാ. ഓക്കെ, ഡൺ. മരുമോനെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഇത്ര വലിയ പുള്ളികളാണെന്ന് ഈ നാട്ടിൽ ആരും അറിയാൻ പാടില്ല. ഈ കാര്യം നമുക്കിടയിൽ മാത്രം മതി. ഓക്കെ ഓക്കെ, ഫോളോ മീ. കാട് കണ്ടിട്ട് അത്ര ശരിയാണെന്ന് തോന്നല്ല, എന്നാലും അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച മതിയാവും. അവാർഡും റിവാർഡും നമുക്ക് തന്നെ. നാട്ടുകൂട്ടും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? പ്രശ്നം എന്താന്ന് വെച്ചാ പറ. അങ്ങനെ എനിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞേ മതിയാവൂ. ആരോടാ അവൻ രണ്ടും ഒന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണ? ഇവിടെ കണക്ക് കൂട്ടാനാണോ വന്നിരിക്കുന്നത്? പോടോ. എന്താടോ കൂലി ചോദിച്ചു വരുന്നവൻ പണിസ്ഥലത്തല്ലേ വരേണ്ടത്? പെണ്ണിന്റെ പിറകെ എന്തിനാ ചുറ്റും? സാറേ, അനാവശ്യം പറയരുത്. ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് 10 ചാക്ക് നെല്ല എടുത്തിട്ടത്. വേണേ ചോദിച്ചു നോക്ക്. ദേ, അവന്റെ തോട്ടത്തിൽ 3 ദിവസം കടല പറിക്കലായിരുന്നു എന്റെ ജോലി. ദേ, ഇവനോട് ചോദിച്ചു നോക്ക്. ജോലി മാത്രം നല്ലപോലെ മേടിക്കും, പക്ഷെ കാശ് തരത്തില്ല. മൂപ്പന്റെ വീട്ടിൽ ജോലി ചെയ്താലും കാശ് കിട്ടത്തില്ല. അമ്പലത്തിൽ ഉത്സവം നടക്കല്ലേ, ആദ്യം ആ പണിയൊക്കെ ചെയ്യാൻ നോക്കും. ಮುಂಜಾನು ಕುಂಜಾನು ಕರಿಂಗುತ್ತೆ ಕುಂಜಾಂಡಿಕ್ಕೂ ಚೊಕ್ಕಣಕ್ಕೂ ಕಲ್ಲೆ ಕುತ್ತೆ ಮುಂಜಾನು കുഞ്ചാനു കരിങ്കുത്തേ ടപ്പാങ്കുത്ത് കളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. കൂടകടം നീയും വന്നാൽ പൊളിച്ച് നമുക്ക് അടുക്കാം. ടപ്പാങ്കുത്ത് കളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം. കൂടകടം നീയും വന്നാൽ പൊളിച്ച് നമുക്ക് അടുക്കാം. കുഞ്ഞാണ്ടിക്കു ചോക്കനും കല്ലേ കുത്തേ ಮುಂಜಾನು ಕುಂಜಾನು ಕರಿಂಗುತ್ತೇ. ബിരിയാണി അങ്ങാടി പോകാൻ മറന്നു നീ. കാണാനോ നീയൊരു മഹാറാണി, കണ്ടാലോ ബോധം പോകും പെണ്ണേ നീ. ആണുങ്ങളെ ചുമ്മാ തേക്കാതെ നിന്നഴകിലോ ആണുങ്ങൾ വീഴുന്നടി. വേമ്പനാട്ട് കായലിൽ വെള്ളമില്ലടാ, ഈ മല്ലിയോ കുളിക്കാതെ എന്തു ചെയ്യുമെടാ. അണ്ണും ഇന്നും നിങ്ങളുടെ ശല്യം, ആഹാ എന്നാലും നിങ്ങളല്ലാതെ വേറെ വഴിയില്ല. വലയ്ക്കാതെ ചുമ്മാ എന്റെ ചുറ്റും നടന്ന് അറിയാതെ നീയോ കൊട്ടുറുമ്പ് പോലെ. ആസയോടെ ഞാൻ തരട്ടെ തലയിണയെ, തൊട്ട് തൊട്ട് മയക്കുണ്ടല്ലോ
കാറ്റ് നീയോ അജന്ത ശില്പം കടഞ്ഞെടുത്ത കാനായിയാണോ മനസ്സ് മയക്കം ജപിച്ചു തന്ന ഏലസാണു നീയോ 3 മണിക്ക് കാണുന്ന ഷക്കില പടം നീയോ വിടുകയില്ല നിന്നെ നീയോ കരിമ്പാണ് കടിക്കാതെ കട്ടെരുമ്പ് എവിടാണ് ചൊല്ലു നീയെ കുഞ്ഞാണ്ടിക്കും ചക്കണം കല്ലേ കുത്തേ മൊഞ്ചനും കുഞ്ചനും കരിങ്കുത്തേ ടപ്പാങ്കുത്ത് കളിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം കൂടാടാൻ നീയും വന്നാൽ പൊടിച്ച് നമുക്ക് അടുക്കാം ഡപ്പാങ്കുത്ത് കളിച്ചാ എല്ലാവർക്കും ഇഷ്ടം കൂടാതെ നീയും വന്നാൽ പൊളിച്ച് നമുക്ക് അടുക്കാം കുഞ്ഞാണ്ടിക്കും ചോക്കണം കല്ലേ കുത്തേ മൊഞ്ചനും കുഞ്ചനും കരിങ്കുത്തേ എടി നീ ആള് കൊള്ളാലോ ഞങ്ങളെ പേടിപ്പിച്ചു അല്ലേ അതെ അതെ അവിടെ വിടരുത് പിടിക്ക അവിടെ നിക്കാനാ പറഞ്ഞേ ഓടിക്കോ ആദ്യത്തെ കൂടിക്കാഴ്ച ഐശ്വര്യമായിട്ടുണ്ട്. ശരി, വാ നമുക്ക് പോവാം. വാ. ഇന്ന് മുതലാളിയുടെ മോനെ ഫോറിൽ നിന്ന് പഠിത്തവും കഴിഞ്ഞ് വന്നിരിക്കുക. അതുകൊണ്ട് ജോലിക്കാർക്കൊക്കെ ഇന്ന് ശമ്പളം കൂട്ടിത്തരാന്ന് മുതലാളി പറഞ്ഞിരിക്കുക. ഏമാനെ വല്ലതും തരണേ, വിശക്കുന്നു. വല്ലതും തായന്റെ ഏമാനെ, വിശന്നിട്ട് വയ്യ. ഏമാനെ വല്ലതും തായന്റെ ഏമാനെ, ഏമാനെ വല്ലതും തായന്റെ ഏമാനെ, വിശന്നിട്ട് വയ്യ എന്റെ ഏമാനെ. നിന്നോട് പിച്ചെടുത്ത് ജീവിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? എന്നാ വിഴുങ്ങ്, നിന്നെയൊക്കെ ജീവിപ്പിക്കരുത്. അമ്മമാരെ വല്ലതും തരണേ, വല്ലതും തരണേ, വിശന്നിട്ട് വയ്യേ. വല്ലതും നിങ്ങളുടെ തരണേ. കയ്യിൽ എത്രയുണ്ട്? താ. ദാ ഇതിൽ 1000 രൂപയുണ്ട്. ഇത് പിച്ചയല്ല, കടമാണ്. ഓക്കേ, നീ എപ്പം ജീവിതത്തിൽ വലിയ ആളാവോ അപ്പൊ എനിക്ക് തിരിച്ചു തന്നാ മതി. ഇതാ വാങ്ങിച്ചു. ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ. ഈ പണം കൊണ്ടൊരു പഞ്ചർ കട വെച്ചു. പോട്ടെ. ഓ, എന്തൊരു ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് വല്ല കുടിക്കണോ? കൂൾ ഡ്രിങ്ക്സ് പറയട്ടെ? ഒരു കൂൾ ഡ്രിങ്ക്സ് എടുത്തേ. നമ്മളെ ആ ചിപ്സ് പാക്കറ്റ് ഒന്ന് എടുത്തേ. അയ്യോ, എനിക്കതൊന്നും വേണ്ടച്ചാ. താനങ്ങ് എടുത്തേ. ഇരിക്കട്ടെ മോളെ, എന്നാ പിടിച്ചോ. ആ ചോക്ലേറ്റ് ഒന്ന് എടുത്തേ. അയ്യോ, എടുക്കെടുക്ക്. പിന്നെ മോൾക്ക് നാരങ്ങ മിഠായി ഇഷ്ടാണോ? അയ്യോ, എനിക്കിത് മതി അച്ഛാ. അങ്ങനെ പറയല്ലേ മോളെ, ഞാൻ വാങ്ങിത്തരാം. പിടിച്ചോ. ശരി, ഇതും കൂടി ഇരിക്കട്ടെ. ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? നീ എപ്പോഴും എനിക്ക് കൊച്ചുകുട്ടി തന്നെയാ. ഈ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോണ്ട് അച്ഛന്റെ പൊന്നുമോൾ ഇങ്ങനെ കയ്യും പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോ നീ ഒരു കൊച്ചുകുട്ടിയാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാവും. പറയടോ, എത്രയായി കണക്ക്? 30 രൂപ. ദാ ശരിയായിട്ടുണ്ട്. വരട്ടെ, പോവാ മോളെ. പോവാച്ചാ. പൊരിയുണ്ടല്ലോ, നിക്ക മോളെ. എനിക്ക് വേണ്ടച്ചാ. പൊരി ഒരു പാക്കറ്റ് എടുക്കുന്നുണ്ടേ. എത്രയാ? 10 രൂപ. പിടിച്ചോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ കഴിച്ചാ ഞാൻ ഇങ്ങനെ തടിച്ചായത്. കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുവച്ചാ. അത് പിന്നെ ആരാ പറഞ്ഞേ? അവന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. മരുമോനെ, അമ്മാവാ, നീ എന്താ ഈ വഴിക്ക്? ഞാൻ മാർക്കറ്റ് വരെ ഒന്ന് പോയായിരുന്നു. അപ്പൊ അതെ നോക്കുമ്പോ ഇതവിടെ വിറ്റോണ്ടിരിക്കുക. ഇത് കഴിച്ചാൽ ശരീരം കുറയത്ര. അതേതായാലും നന്നായി. മെലിഞ്ഞതിന് ശേഷം കെട്ടിയാൽ മതിയല്ലോ. അത് ശരിയാ. അതേ മുണ്ട് മാറ്റി പാന്റ് ഇടാൻ നോക്ക്. അതും ശരിയാണ്. വാച്ചാ പോ. പോവാ മോളെ. ചൊരക്ക കിട്ടിയത് ലാഭം. പോടി പോ. ഇന്ന് തന്നെയായാലും നീ എന്റെ തന്നെ അടി. അച്ഛാ,
കാണുന്നവരൊക്കെ മാപ്പിളെ മരുമോനെന്ന് വിളിക്കാതെ, അതുകൊണ്ട് അവന്മാര് പല്ലൊളിച്ചോണ്ട് വന്ന് നിക്കുക. നോക്കുമോളെ, നമ്മുടെ നാട്ടിൽ പേര് വിളിക്കുന്നതിന് പകരം ബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് വിളിക്കുന്നതാണ് നല്ലത്. നീയാണീ കാണാൻ സുന്ദരിക്കുട്ടി, അതുകൊണ്ടാണ് എന്റെ പിന്നിൽ എല്ലാരും വന്നോണ്ടിരിക്കണേ. മോൾക്ക് പേരൊക്കെ കഴിക്കണം. അച്ഛാ, വിനോദ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്. ഓ ഇദ്ദേഹമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. വരൂ സാർ. ഹലോ. ഈ സെക്ഷനിൽ ഏകദേശം 25 ജോലിക്കാരുണ്ട്. ഈ ഫോറിനിൽ പഠിക്കാൻ പോയതിനു ശേഷം വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ കട്ടിംഗ് മെഷീൻ പുതുതാണ്. ദേ ആർ മെറ്റാലിക്, വെരി പവർഫുൾ. ബൈ ദ വേ വിനോദ്, ഈ സെക്ഷനിൽ ഏകദേശം 75 ജോലിക്കാരുണ്ട്. എല്ലാ വർഷവും നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിൻ്റെ പ്രധാന കാര്യം ഇവർ തന്നെയാണ്. എന്ത് പറ്റി ഈ ടേബിളിലത്തെ സ്റ്റാഫ് കാണുന്നില്ല? ഇവിടെ ഇരിക്കേണ്ട ആളെന്തേ? മല്ലികേ, മല്ലികേ, എടി മല്ലികേശ്വരി. അയ്യോ, നിനക്ക് കണ്ണു കാണുന്നില്ലേ? ആരുടെ ഈ കുട്ടി ഇത്ര ഉത്തരവാദിത്തമില്ലാതെ ജോലി ചെയ്യുന്നത്? ഇറ്റ്സ് ഓക്കെ ഡാഡ്, നോ പ്രോബ്ലം. എക്സ്ക്യൂസ് മീ, ഞാൻ നല്ല ഡ്രസ്സ് ഇടുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? പൊന്നൂട്ടി, നിന്റെ കാര്യം. എന്താ ഇത് ഈ പട്ടാപ്പകൽ ഇവിടെ വന്നിട്ട്? അതിനിവിടെ ആരാ ഉള്ള? അതൊന്നും വേണ്ട, നിക്കതീ കോള് വരുന്നു. ഹലോ, ആ പറയടി. അതെ അതെ, ഞാൻ അച്ഛൻ്റെ കൂടെയാ. ഇല്ലടാ, സോറിടാ, അതുകൊണ്ട് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം നിന്നെ. ഓക്കെ, എന്നാൽ ശരി, ബൈ ഡി, മിസ് യു. ഓക്കെ, നിക്ക്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, നമുക്ക് ആ മലയുടെ മുകളിൽ പോയാലോ? ഇവിടെ ഇരുന്നിട്ട് ഒരു രസമില്ല. ഏയ് ഛെ, എനിക്ക് വല്ലാത്ത ദാഹിക്കുന്നു. പോയി കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചോണ്ടാ. ചെല്ല്. സൂക്ഷിച്ച്. അതെ, സോറിടാ, ഞാനേ അച്ഛൻ്റെ കൂടെ പുറത്തു വന്നത് കൊണ്ടാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റുന്നത്. അതേ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ നിന്നെ തീർച്ചയായിട്ടും വിളിക്കാം. ശരിയാ? സോറി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐ ലവ് യു സോ മച്ച്. ദേ ഞാൻ ഫോൺ വെക്കട്ടെ. എടാ, ദേ അച്ഛൻ വരും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. എടി, നിനക്ക് കല്യാണാലോചന വന്നതല്ലേ? എന്തു പറ്റി? അതിനുവേണ്ടി അമ്പലത്തിൽ പോയി വഴിപാട് നടത്താൻ പോവാ. എന്നാ? നാളെയാ. ഓ, അപ്പൊ പെട്ടെന്ന് കല്യാണം നടക്കും തോന്നണല്ലോ. എന്നാ ശരി, വേഗം ആവട്ടെ. ഞങ്ങളെയും വിളിക്കണേ. ബൈ ബൈ ചേച്ചി. ഇറ്റ്സ് എ റൈറ്റ് ടൈം. ഹായ്, ഐ ലവ് യു. എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ബുദ്ധിയുള്ളവർക്ക് തീരുമാനം എടുക്കാൻ 1 മിനിറ്റ് മതി. അതിന് ഞാൻ ബുദ്ധിശാലിയല്ല.
അമ്മാവാ, ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. എല്ലാ അവന്മാരും എവിടെ പോയി കിടക്കുവാ? അത് മരുമോനെ, സിംഹം ഈ നാട്ടിൽ കാല് കുത്തിയതോട് അവനൊക്കെ പേടിച്ച് നാട് വിട്ടെന്നാ ആണോ? തോന്നുന്നത്. സത്യമാണോ? പക്ഷെ മോന്ത കണ്ട അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. പുലി പതുങ്ങുന്നത് നോക്കണ്ട, പുലി പതുങ്ങുന്നതേ ഇരയെ ഏയ്. പിടിക്കാനാ. ആഹാ, ആ? ഇങ്ങ് വന്നേ. അല്ല സാറെന്തിനാ ഞങ്ങളെ വിളിച്ചേ? ആരടാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ പേര് താങ്കപ്പൻ, ഇവന്റെ പേര് തേനപ്പൻ. തങ്കപ്പൻ, തേനപ്പൻ. അവന്റെ ഒരു മോന്തയും വേഷം കണ്ടില്ലേ? സർക്കസിൽ വരുന്ന ജോക്കസിനെ പോലെ ഉണ്ട്. ആദ്യം ആ കണ്ണാടി ഊരിക്കേ. നമ്മള് കണ്ണാടി വെച്ചതിനെ കുറവ് കണ്ടുപിടിക്കുക. നമ്മളെപ്പറ്റി സാറിന് അറിയില്ലെന്നാ തോന്നുന്നേ. ആ, എന്തുവാടാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, ഞങ്ങൾക്കുള്ളിൽ ചെറിയൊരു ഡീലിങ് അത്രേ ഉള്ളൂ. ഡാ, വന്ന കാര്യം പറഞ്ഞേ. അങ്ങനെ ചോദിക്കൂ സാറേ. ഈ നാട്ടിലൊരു കൊലപാതകി ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. ആ ഒരു കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയത്. അത് ശരി, നിങ്ങള് ഡീൽ ചെയ്യാൻ വന്നിരിക്കുന്നു. ഛെ, മിണ്ടാതിരിക്കടാ rascal. അവന്റെ ഒരു ഡീല്. എന്താ സാറേ, ആളെ നോക്കി മാർക്കൊന്നും ഇടല്ലേ. ബ്ലൈൻഡ് ബ്ലൈൻഡ്. എന്താടോ ഇത്? ഈ പ്രാന്തന്മാർ എന്തൊക്കെയായി പറയണ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാറേ, ഇവന്മാരെ കണ്ട മൂക്കറ്റം തിന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നവരാന്നാ തോന്നുന്നു. ഇവന്മാരെ വിശ്വസിക്കരുത് സാർ. തനിക്ക് അറിയാൻ പാടില്ല കേട്ടാ. യുവന്മാരെ കണ്ടു കഴിഞ്ഞാൽ തിന്ന് വളർത്തിയ ശരീരം പോലെയല്ല ഉള്ളത്. ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞ അടികൊണ്ട ശരീരം വളർത്തിയ പോലെ ഉണ്ട്. ആ സത്യം അങ്ങനെ ഇവരും അറിഞ്ഞെന്നാ തോന്നുന്നേ. ഡാ, എന്തുവാടാ അവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അത് സാറേ, ഞങ്ങൾക്കിടയിൽ ചെറിയൊരു ഡീലിങ് അത്രേ ഉള്ളൂ. ഡാ, വേണ്ട, വാചകം ഒരുപാട് കൂടുന്നുണ്ട്. ഇനി എങ്ങാണ്ട് രണ്ടുപേരും എന്റെ കണ്ണുമുമ്പിൽ പെട്ടാൽ പോന്നുണ്ടോ ചെല്ലേ ചെല്ലേ. ഞങ്ങളെപ്പറ്റി സാറിന് അറിയാത്ത കൊണ്ടാ. ആ കൊലപാതകിയെ ഞങ്ങൾ സാറിന്റെ മുന്നിൽ കൊണ്ടുവരും. അപ്പോ പോടാ പോടാ എന്ന് പറഞ്ഞ് സാറിന്റെ ഈ നാക്ക് നാളെ വാ സാറേ എന്ന് വിളിക്കും. ഡാ, നിർത്തിയേ. പോന്നുണ്ടോ? പോവാനേ പറഞ്ഞത്. താങ്ക്സ് സാർ. കൊതുകിനെ കൊന്നില്ലേ, അതുകൊണ്ടാ. അവന്റെ ഒരു കൊതു. പോന്നുണ്ടോ? താ വണ്ടി എടുക്കണോ? നമ്മുടെ സമയം വെറുതെ ഞങ്ങളോട് കളയണ്ട. വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഈ പ്രാന്തന്മാരോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മളിപ്പം വന്ന വഴി തന്നെ പോണോ? ശരിയാ മരുമോനെ, വന്ന വഴി ശരിയല്ലെന്നാ തോന്നുന്നത്. നമുക്ക് ലെഫ്റ്റിൽ കൂടെ കട്ട് ചെയ്ത് പോയാലോ? ശരി അമ്മാവാ. 4 മണിക്ക് വരേണ്ട ബസ്സാ. 6 മണിയായി, ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ പുറപ്പെടണമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാ. നിന്റെ അലങ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത വർഷം വിഷു വരുന്നതാണ്. നേരെ ഒരുപാടായി, ബസ് ഇതുവരെ വന്നിട്ടുമില്ല. ഒന്ന് മാറി നിന്നേ. ഓ, അത്രയൊക്കെ മതി. ഓ, എന്തിനാ വെറുതെ ഒച്ച വെക്കുന്നേ? എപ്പ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടും. ഇങ്ങനെ വാ നോക്കാതെ ബസ് വരുന്നോ നോക്കിയേ. അവന്റെ ഒരു ദൂരെ നിന്നൊരു കാറ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, എവിടെ എന്റെ മോള്? നമസ്കാരം. ഞങ്ങൾക്ക് അടുത്ത ടൗണിലേക്ക് വരെ ഒന്ന് പോകണം. ബസ്സിന് വേണ്ടി കാത്തിരിക്കാന്നു, പക്ഷെ ബസ് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ട് അത്രയും ദൂരം നടക്കാനും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, കേറിക്കോളൂ. വളരെ നന്ദിയുണ്ട്. അളിയ, നീ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്പലത്തിലേക്ക് വാ. നിങ്ങളെല്ലാവരും വണ്ടിക്കകത്ത് കയറിയേ. കയറി. മോളെ, നോക്കി കേറട്ടോ. നോക്കിക്കേ. ഇപ്പോഴേ നിന്റെ മോക്കേ കല്യാണത്തിന്റെ കാര്യമൊക്കെ അടുത്തല്ലേ, അതാണ് ഇത്ര നാണാവക്ക്. വളരെ നന്ദിയുണ്ട് കേട്ടോ. നടക്കടാ. എല്ലാവരും വരൂ. എടി ലക്ഷ്മി, ഒന്ന് വേഗം വാ. അല്ല, നീ എന്താ അവിടെ നിക്കുന്നേ? അമ്മേ, നമുക്ക് അദ്ദേഹത്തെ കൂടി വിളിച്ചാലോ? എടി, നീ എന്താ ഈ പറയുന്നേ? അമ്മേ, അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ കുലദൈവത്തിന് തൊഴാൻ വരുമ്പോ അടുത്തവരെ എങ്ങനെയാ വിളിക്കുന്നേ? അതെ അമ്മേ, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയുടെ മോനാ അദ്ദേഹം. ആണോ? എന്നെ വിളിക്കേ, സാറ് വരണം. ഇവള് ജോലി നോക്കുന്ന കമ്പനിയിലെ മുതലാളിയുടെ മോനെ അത്രേ, നമുക്ക് എങ്ങനെ അറിയാനാ? സാറ് വിദേശത്ത് പോയി പഠിക്കാണെന്ന് എന്റെ മകൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇവിടെ അടുത്തന്നെ അമ്പലം. വരൂ, നമുക്ക് പോവാം. വരൂ, അതെ, വരൂ, വരൂ. എല്ലാരും വരൂ. പിന്നെ
ഈ ഗ്രാമത്തിൽ ഏറ്റവും വലിയ അമ്പലം ഇത് തന്നെയാ. ഞങ്ങളുടെ ധർമ്മദേവമുണ്ട്. കുടുംബത്തിലെ എല്ലാ ആഘോഷവും ഈ അമ്പലത്തിൽ വെച്ചാൽ നടത്തുക. ശക്തിയുള്ള അമ്മയാട്ടോ. എന്താ പഠിച്ചിരിക്കുന്നത്? MBA കംപ്ലീറ്റ് ചെയ്തു. ഇനി അച്ഛന്റെ ബിസിനസ് നോക്കി ഓ, നടന്നു. അത് നന്നായി. ശരി, ഞങ്ങൾ പൂജ തുടങ്ങട്ടെ. എല്ലാവരും തൊഴൂ. അമ്മേ ദേവി കാത്തോളമേ, എൻ്റെ മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണേ അമ്മേ. അമ്മേ രക്ഷിക്കണേ ദേവി. വരൂ. എടി, അച്ഛന്റെ അമ്മയുടെ കാലി വീണ് നമസ്കരിക്ക. നന്നായി വരണം നിന്റെ മോളെ. ജീവിതം ഐശ്വര്യമായി ദൈവം തീരട്ടെ മോളെ. നന്നായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. സാറ് വരണം. സാറേ, ഈ അമ്പലത്തിൽ ഇങ്ങനെ തുണി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇവിടുത്തെ നല്ല പ്രത്യേകതരം ശക്തിയുള്ള ആചാരമാണ്. ദേവിയാ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് ഇവിടെ ഈ മരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് പറയാറുള്ളത്. ആ മാല ഇങ്ങോട്ട് തന്നെ. ഇത് കഴുത്തിലേക്ക് ഇട്ട മോളെ. ഇതെന്താ ഇനിയൊരു മാല? ഇതാർക്കാ? സാറൊന്നിങ്ങ് വന്നേ. സാറിന്റെ കല്യാണം കഴിഞ്ഞാണോ? എന്തായാലും ദിവസം വിവാഹം നടക്കാൻ പോവല്ലേ, എന്നായിരിക്കട്ടെ. പൂജ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. മനസ്സിനൊരു ആശ്വാസം. പൊങ്കല് നല്ല ഐശ്വര്യമായി തന്നെ വെച്ചു കഴിഞ്ഞു. ശരി, ഇനി കുറച്ച് ഇരിക്കാം. ഞാനും ബുദ്ധിശാലിയാ. ഇവിടെ നിർത്തിക്കോളൂ. വളരെ നന്ദിയുണ്ട്. ഓ, വല്ല ബാഗ് എടുക്കാമായിരുന്നു. എന്താ അവിടെ നിന്ന്? വീട്ടിലേക്ക് വരും, ഒരു കാപ്പി കുടിച്ചു പോവാങ്കിൽ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഞാൻ വേറെ ദിവസം വരാം. അത് ശരി, ഞാൻ പോട്ടെ. ശരി, ശരി, എന്നാ മോനെ, ഇതുവഴിക്ക് വരുമ്പോ തീർച്ചയായിട്ടും കേറി പോണേ. അമ്മാവാ, ഇന്ന് എന്താ ആഴ്ചയാ? അതെന്ത് ചോദ്യം? ഇന്ന് ശനിയാഴ്ചയല്ലേ? വിഷ്ണുവിന്റെ അമ്പലത്തിൽ പോയാലോ? ഇന്ന് തിരുപ്പതിയിലാ പോകണ്ടേ? കാളിക്കല്ലേ അമ്മാവാ? നിനക്ക് എന്തിന്റെ സൂക്കടാ? വിഷ്ണുവിനെ കാണാൻ പോയാലേ അവിടുന്ന് കുറെ പ്രസാദങ്ങൾ മേടിച്ച് കഴിക്കാലോ. ആദ്യം കൊലപാതകയെ കണ്ടുപിടിക്കാം, പിന്നെ സ്റ്റാർ ഹോട്ടലിൽ തന്നെ നിനക്ക് ബിരിയാണി വാങ്ങി തരുന്നേ. എന്നാ പിന്നെ ബിരിയാണി തിന്നത് തന്നെ. എന്താ പിച്ചും പോയി പറയുന്നത്? അല്ലമ്മാവാ, ചൂടുണ്ടാവോന്ന് ചോദിച്ചു. വടാ, നടക്ക് നടക്ക്. എടാ വരുമോനെ, എന്താ അമ്മാവാ? ഇവിടെ രണ്ടുപേര് ഇരിക്കുന്നത് കണ്ടോ? നമുക്ക് കേസന്വേഷണം ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഓക്കെ അമ്മാവാ. സാറേ, എന്താ? നമസ്കാരം. നമസ്കാരം, നമസ്കാരം. സാറ് മുറ്റ് ഗ്ലാമർ ആണല്ലോ. അതെയോ? സാറാണോ ഈ നാടിന്റെ തലവൻ? അതെയല്ലോ. എന്താ ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചറിഞ്ഞോട്ടെ? എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഒരു കൊലപാതക കേസിന്റെ അന്വേഷണത്തിന് ഞങ്ങൾ വന്നിരിക്കുന്നു. ശരിയാണല്ലോ. എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെ പറയേ. ഈ നാട്ടിൽ എത്ര ആണുങ്ങളുണ്ട്? 450 പേരുണ്ടാവും. പെണ്ണുങ്ങളോ? 515 പേരുണ്ടാവും. പ്രായം തികഞ്ഞത് എത്ര? 306. പ്രായം തികയാത്തത് എത്ര? 215. കല്യാണം കഴിഞ്ഞവരെത്ര? 806. കല്യാണം കഴിക്കാത്തവരെത്ര? 438. പോയത് എത്ര? 515. ഇങ്ങോട്ട് വന്നത് എത്ര? 250. അടിപൊളി. ഈ ഡീറ്റെയിൽസ് മതി, ഞങ്ങൾ പോയിട്ട് വരാം. അല്ല അനിയ, എന്താ? ഒരു മിനിറ്റ് നിന്ന്. എന്തിന്? ഞങ്ങളോട് ഇത്ര കാര്യങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങളോട് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ? ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അമ്മാവാ, എന്താ മരുമോനെ? മൈസൂർ പഴം. നീ ഒന്ന് മിണ്ടായിരിക്കേ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അല്ല, ഇത് എന്ത് പഴവാ? ഞങ്ങളെ പഴങ്ങളൊക്കെ ശബ്ദമില്ലാണ്ട് മുറിക്കുക. അമ്മാവാ, യുവമാരി പഴം വെച്ച് നമ്മളെ കുരുക്കിലാക്കും. ഇപ്പൊ നിന്റെ മാമന്റെ പരിപാടി നോക്കിയോ? ഞങ്ങളൊക്കെ ഈ പഴമുണ്ടല്ലോ ശബ്ദമുണ്ടാക്കി വായിലോട്ടിടും. അങ്ങനെയാണോ? എങ്കിൽ ടേക്ക് ഇറ്റ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടാ. ഇപ്പൊ കാണിച്ചേരാ. അമ്മേ, അച്ഛ, അമ്മാവ, അമ്മായി, അപ്പൂപ്പ, അമ്മച്ചി. മണ്ടന്മാരെ,
പഴം മുറിക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഞെക്കി ചതച്ചു കളഞ്ഞല്ലോ. ഒന്ന് പോടാ ഇവിടുന്ന്. ഓക്കെ തരവാ, നിങ്ങൾ എന്നെ അടിച്ചില്ലേ? ഇനി അടിച്ചാലേ നിങ്ങൾക്ക് വല്ല നെഞ്ചുവേദന ഉണ്ടാക്കും. പോയി അകത്തെങ്ങാനും അത് പോയി. ഞാൻ നോക്കിക്കോളാം, നീ പോ. ആ പിന്നെ ഒരു കാര്യം, ഇനി നിങ്ങൾ മേലെ ഇവിടെ വരാൻ ശ്രമിച്ചാൽ തലയിൽ തൊപ്പി ഉണ്ടാവും, പക്ഷെ തലയുണ്ടാവില്ല. ഓ പിന്നെ എത്ര അടി മേടിച്ചിരിക്കുന്നു. ആണയില്ലാത്തവന്മാര്. അമ്മാവാ, എന്താ മരുമോനെ? ഇത്ര അടി മേടിച്ചിട്ടും എങ്ങനെ അമ്മാവ കല്ല് പോലെ നിൽക്കുന്ന? അത് മരുമോനെ, നമ്മുടെ നാട്ടില് ജോലിയൊന്നും ഇല്ലാതെ തിണ്ണകളിൽ 3-4 പേര് വെറുതെ ഇരിക്കുന്നുണ്ടാവും. ആദ്യമായിട്ട് നാട്ടിൽ വരുന്നവരവന്മാരൊന്ന് പൂശാൻ നോക്കും, അല്ലെങ്കിൽ നമ്മളത് ചോദിച്ചു മേടിക്കണം. എന്തിനാ മരുമോനെ നീ ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയുന്നേ? കാര്യം എന്താന്ന് പറഞ്ഞിട്ട് കരയടാ. അമ്മാവ, ഇത്ര തല്ല് കൊണ്ടിട്ടും അനങ്ങാതെ നിൽക്കുന്നില്ലേ? ഞാൻ ആരുടെ അനിയനാണെന്ന് അറിയോ നിനക്ക്? പുലിമുരുകന്റെ അനിയനാടാ. എന്റെ ചേട്ടനെ ഒരു കലുകിന്റെ അടി വെച്ച് 13 പേര് തലങ്ങും വിലങ്ങും തല്ലി. എന്നിട്ടും എന്റെ ചേട്ടന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വന്നിട്ടില്ല. ആ ചേട്ടന്റെ അനുജനാ ഞാൻ. 50 പേരടിച്ചാലും ഇങ്ങനെ നിവർന്ന് നിൽക്കും. പോയില്ലേ? വരാനല്ലേ പറഞ്ഞേ? എന്തോന്ന് അമ്മാവ ശബ്ദം? അതൊന്നുമില്ല വരുമോനെ, ഇന്നലെ രാത്രി ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ കഴിച്ചായിരുന്നു. അവന്മാരിടിച്ച സ്ഥലം അത്ര ശരിയല്ലെന്നാ തോന്നുന്നത്. ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫോളോ മീ. എടി ഗംഗെ, നിന്നെ അന്വേഷിച്ച് ഞാൻ വീട്ടിൽ തിറക്കിയപ്പോ നീ ഇവിടെ നിന്നോണ്ടിരിക്കുവാണോ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞപ്പോഴേക്കും പാന്റും ഷർട്ടും ഇട്ടോണ്ട് വന്നോ? നോക്ക് കുത്തിയ പോലെ ഉണ്ട് കാണാൻ. നന്നായിട്ടില്ല. നിന്റെ മുതലാളിയുടെ മോനാടി നോക്ക് കുത്തിയ പോലെ ഉള്ളത്. അവനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ എത്രയോ ബെറ്ററാ. കാറിൽ വരുന്നവനെ അവസാനം വരെ ഉണ്ടാവത്തില്ല. അവൻ ഫോറിനിൽ പഠിച്ചവനാ, അതുകൊണ്ടാ നിന്നെ അവൻ വളച്ചെടുത്തത്. ഇതെങ്ങാനും അവന്റെ അച്ഛൻ അറിഞ്ഞാലേ പിന്നെ അവനെ നാട് കടത്തും ഫോറിനിലോട്ട്. അവൻ അവിടെ ഒരു മദാമയെ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ നീ എന്ത് ചെയ്യും? നീ എന്താടി ഒന്നും പറയാതെ പോകുന്നു? ഗംഗേ, അത് ശരി, അവൻ എത്തിയല്ലേ? വണ്ടി എടുക്ക്, നമുക്ക് പോകാം. ഇവനാരാ? പോകാന്ന് പറഞ്ഞില്ലേ? നിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടുവടാ. അന്ന് കാണിച്ചു തരാവടാ ഈ ഞാൻ ആരാണെന്ന്. ഗംഗെ, അച്ഛൻ എനിക്ക് പുതിയ കാർ വാങ്ങി തന്നു. അത് നിന്നെ കാണിക്കാൻ വന്നപ്പോ നീ മുഖം വെറുപ്പിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ നിന്റെ ചിരിയാ. പ്ലീസ് ചിരിക്കേ. ഇല്ല വിനോദ്, ഇതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയായിക്കൂടാ? നിങ്ങൾ പണക്കാരാണ്, ഞങ്ങള് നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കൂലിക്കാര്. എന്റെ അച്ഛൻ സമ്മതിക്കും. എന്റെ ജീവിതം, എന്റെ സന്തോഷം, ഇതൊക്കെയാണ് അച്ഛന്റെ സ്വപ്നങ്ങള്. എന്നാൽ നിങ്ങളുടെ അച്ഛൻ അങ്ങനെയല്ല. നിങ്ങൾ ഫോറിനിൽ പോയി പഠിച്ച് നിങ്ങളുടെ കമ്പനി കൂടുതൽ വലുതാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നം അതാണ്. അദ്ദേഹം സമ്മതിക്കില്ല വിനോദ്. നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോണില്ല. എന്തുകൊണ്ട് നടക്കില്ല? നമ്മൾ ജീവിതത്തിൽ ഒന്നിക്കണം. നിനക്കെന്റെ അച്ഛന്റെ പെർമിഷനല്ലേ വേണ്ടത്? പെർമിഷൻ ഞാൻ വാങ്ങാം. അനിയ, ആ പെണ്ണ് പറയുന്നത് ഒരു കണക്കിന് ശരിയല്ലേ? എടോ, താൻ എന്തിനാടോ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടുന്നേ? ഇല്ല മോനെ, നിന്നെ കുറെ നാളായിട്ട് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നീയും ആ പെണ്ണും കറങ്ങി നടക്കുന്ന അത്ര ശരിയല്ല. അപ്പനെ മനസ്സിലായാൽ പുള്ളി അത് താങ്ങില്ല. നിങ്ങൾ എൻ്റെ കൊച്ചു മുതലാളിയാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം, പക്ഷേ തെറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കൂ. രാഘവേട്ട, നിങ്ങളെന്നെ ഫോളോ ചെയ്യുന്ന കാര്യം എനിക്കറിയാം. ഇതോടെ നിർത്തിക്കോ. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നീ ജോലിക്കാരനാ, ആ കാര്യം മാത്രം നോക്കിയാൽ മതി. എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇനി ഒരു തവണ കൂടി എന്നെ ഫോളോ ചെയ്യാൻ വന്നാൽ, അഡ്വൈസ് ചെയ്യാൻ വന്നാ പിന്നെ ഞാൻ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്,
ഏതോ അമ്പലത്തിന്റെ വാതിക്കൽ താൻ വിശന്ന് കിടക്കുമായിരുന്നു. എന്റെ കാര്യത്തിൽ എങ്ങനെ ഇടപെട്ട തനിക്ക് ഇനി അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരും, പറഞ്ഞേക്കാം. എന്തോന്ന് അമ്മാവ ഇതുപോലെയുള്ള വഴിയിലൊക്കെ വിളിച്ചോണ്ട് മരുമോനെ, വരുന്നത്? കൊലപാതകി ഏത് ഇടവഴിയിൽ ഒളിച്ചിരിക്കാം, നമ്മൾ വേണം ഉഷാറായിട്ടിരിക്കാം. ശരിയമ്മാവ. ഏ? സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തി. നിനക്ക് മണം വരുന്നുണ്ടോ? നാറ്റം സഹിക്കാൻ വയ്യ. നിനക്കൊക്കെ നാറ്റേ വരൂ. എന്തിനാ അമ്മാവ ഇലയൊക്കെ പറിച്ച് പോക്കറ്റിലിടുന്ന്? ഇനി അമ്മാവ ആര്യവൈദ്യശാല വല്ലതും തുടങ്ങാൻ പോവാണോ? മരുമോനെ, കൊലപാതകി തെളിവ് ഇലയിൽ വരെ ഇട്ടിട്ട് പോവും. നമ്മൾ ഒന്നും വിടാൻ പാടില്ല. ഫോളോ മീ. ശബ്ദം ഉണ്ടാക്കാതെ വാ. വാടാ. വിനോദ് കുറച്ച് ദിവസങ്ങളായിട്ട് ഫാക്ടറി ഭാഗത്തേക്കൊന്നും വരുന്നില്ലല്ലോ. അല്ല സാറേ, കൊച്ചു മുതലാളിയുടെ നടപ്പ് ഈ അടുത്ത് അത്ര ശരിയല്ല. എന്തായി പറയണ? സാറിന് അറിയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫാക്ടറി ജോലി ചെയ്യുന്ന ഗംഗയും കൊച്ചു മുതലാളിയും അവർക്കെന്താ? ഒരുമിച്ച് കറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങനെ ചുറ്റിക്കറങ്ങാണല്ലേ? ഡാഡി, ഞാൻ നേരെ കാര്യത്തിലൊക്കെ കിടക്കട്ടെ. അവള് നല്ലൊരു ക്യാരക്ടറുള്ള പെണ്ണാ. ആം ഐ റൈറ്റ്? അപ്പോ എല്ലാരും പറയുന്നത് ശരിയാണ്, ഒരു പെണ്ണിന്റെ കൂടെ നീ ചുറ്റിക്കറങ്ങാണോ? അല്ല ഡാഡി, ഞാൻ ലവ് ചെയ്യുന്നേ നമ്മുടെ കമ്പനി ജോലി ചെയ്യുന്ന ഗംഗയെ. ദാ, അവര് നമ്മുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഐ എം ബേസിക്കലി എ ബിസിനസ് മാൻ. എനിക്ക് ലാഭമാണ് പ്രധാനം. എന്ത് ചെയ്താലാ സക്സസ് ആവുക എന്നതിൽ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഡാഡി, ഞാൻ നിങ്ങളുടെ മകനാ, എനിക്കും അത് നന്നായിട്ട് അറിയാം. ഐ നെവർ ലൂസ് എനിത്തിങ് അറ്റ് എനി ടൈം. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി മോർ ആർഗ്യുമെന്റ്സ്. ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. വൺ മോർ തിങ്, നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ നീ ബോംബെ പോകണം. ഫ്രഷ് ആയി കഴിഞ്ഞ് ഉടനെ പുറപ്പെടാൻ നോക്ക്. 7:30 മണിക്ക് ഫ്ലൈറ്റ് ആണ്. ഓക്കെ സാറേ? നിനക്ക് പോകാം. വിനോദം എയർപോർട്ടിൽ ഡ്രോപ്പ് ശരി ചെയ്യും. സാർ. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഇല്ലാതെ മുംബൈ പ്രോജക്റ്റ് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ ഡാഡ്, ഐ ക്യാൻ ഡു. അമ്മാവാ, നമ്മൾ കൊലപാതകി അന്വേഷിച്ചു വന്നതല്ലേ, എന്നിട്ട് എന്ത് പ്രയോജനം? ഇതുവരെയായിട്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല. നീ വിഷമിക്കേണ്ട മരുമോനെ, ഒരടി താത്തിയാലൊന്നും വെള്ളം കിട്ടില്ല. പല അടികൾ താത്തിയാലേ വെള്ളം വരൂ. അതുപോലെ കൊലപാതകയെ നമുക്ക് പിടിക്കാടാ. അമ്മാവാ, എന്തുവാടാ? അങ്ങോട്ട് നോക്ക. എല്ലാവരും തോളത്ത് തോർത്തിട്ടോണ്ടാ വരിക. ഇവന്ന് പഴക്കൊല എടുത്തോണ്ടാ വരുന്നത്. അതിനെന്താടാ കുഴപ്പം? അതല്ല അമ്മാവാ, വാസ്തു വെച്ച് നോക്കുമ്പോ പഴം നമുക്ക് ചേരില്ല. എനിക്ക് പേടിയാവുന്ന അമ്മാവാ. മരുമോനെ, ഇങ്ങനെ പേടിക്കണ്ട, മനസ്സിനെ തളർത്തരുത്. മാമന്റെ പുറകെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി വാ. നമ്മളൊക്കെ പുലിമുരുകന്റെ പരമ്പരയാടാ, ഒന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാനല്ലേ ഉള്ളു, വാ. നമ്മുടെ വീക്ക്നെസ് ഒന്നും പുറത്തറിയാൻ പാടില്ല. ഫോളോ മീ. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേ. മാമന്റെ പുറകെ വാ. മെല്ലെ പതുങ്ങ. നാട്ടിൽ പുതിയതാണോ? അതെ അതെ. ഈ കൊല ഇറക്കാൻ സഹായിച്ച. ശരി. അതെ, ഈ പരിസരത്തിലെ കൊരങ്ങന്റെ ശല്യം കൂടുതലാ. അതുകൊണ്ട് ഈ കൊലയൊന്ന് നോക്ക്. ഞാനൊരു വിസർജനം നടത്തിയിട്ട് വരാം. തിന്നുകളഞ്ഞേക്കരുത് കേട്ടാ. ഈ നാട്ടുകാർക്കൊക്കെ നീ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ്. എന്തിനാടാ മരുമോനെ ഇങ്ങനെ വിതുമ്പി കരയുന്നേ? ഇപ്പോഴാ ഒരു പഴം കൊണ്ട് നമ്മൾ ഒരു കിളവന്റെ തല്ലും കൊണ്ട് വന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു പഴക്കൊലയും തന്നെ ചാവും പോയി. ശരി, വിട്. അയാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നേ. മരുമോനെ, എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ വന്ന കാര്യം പുറത്താരും അറിയാൻ പാടില്ല. വരുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാം. ഞങ്ങൾക്കിടയിൽ ചെറിയൊരു ഡീലിങ്. എന്ത് കൊമ്പത്തെ ഡീലിംഗ് ആണോ?
ഞാനൊരു നല്ല കാര്യത്തിന് വീട്ടില് വാഴക്കൊല മേടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവന്റെ ഒടുക്കത്തൊരു മോങ്ങല്. എന്ത് മനുഷ്യനാടാ ഇവൻ? എന്താണ് മിഴിച്ചു പോയിക്കൊണ്ടിരിക്കണേ? ഒന്ന് കൈതൊന്ന് സഹായിക്കണം. അങ്ങനെ പൊക്ക് പൊക്ക്. മര്യാദയ്ക്ക്. ശരി. മരുമോൻ എണീറ്റ് വേടാ. എടാ നാട്ടിൻ പ്രദേശമൊക്കെ ഇങ്ങനെ തന്നെയാ. രണ്ടടിയും കൂടെ കിട്ടിയാലേ നിനക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ. എണീക്ക്. നടക്ക്. എന്താ ഇവിടെ ഈ നേരത്തിൽ? താങ്കൾ പറഞ്ഞ പോലെ ആളെ യാത്രയാക്കി. ശരി, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരി സാർ. ഇതെന്താ ഡ്രസ്സൊക്കെ വൃത്തികേടായല്ലോ? വരുന്ന വഴി എതിരെ വന്ന വണ്ടി കാരണം തെറിച്ചതാ. ശരി, ആദ്യം ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. ശരി സാർ. വേഗം ആട്ടെ, ചെല്ലേ. ചേട്ടാ അവിടെ നോക്കിയേ, നല്ലൊരു ചരക്ക് നിൽക്കുന്നു. ഇതല്ലേ എന്തോന്ന് ചരക്കാടാ. പിന്നെ കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ ജാനു പറഞ്ഞ ഒരുത്തി ഉണ്ട് അവിടെ. എന്താ രസം അറിയാം അവളെ കാണാൻ. അതിന് മാത്രം എന്തുവാ ചേട്ടാ അവക്കുള്ളത്? ചുമ്മാ ജാനു എന്ന് പറയാം. അത് എല്ലാ പെണ്ണുങ്ങളെയും ആണുങ്ങളാണ് വളച്ചൊടിച്ച് വെക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ജാനു ഉണ്ടല്ലോ, എല്ലാ ആണുങ്ങളും വളച്ചൊടിച്ച് വെക്കും. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയൊക്കെ കണ്ട് അനുഭവിക്കണം മോനെ. വേഗം വാടാ. അമാവാസ്യ ഇരുട്ടാണെങ്കിലും പൗർണമി വെളിച്ചം പോലെ തെളിഞ്ഞിരിക്കല്ലേ. നീ കണ്ടിട്ടില്ലല്ലോ, വന്ന് കാണ്. പിടിച്ചോ. സന്തോഷായില്ലേ? പോയിട്ട് വരട്ടെ. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ കണ്ണേരിക്കുന്നു. ഹായ് മോനെ. ഹായ് ഡാഡ്. നമ്മുടെ പുതിയ പ്രോജക്റ്റൊക്കെ എങ്ങനെയുണ്ട്? സക്സസ്ഫുൾ ഡാഡ്. വർഷത്തിൽ 100 കോടിയെങ്കിലും ലാഭം കിട്ടും. ഗുഡ്. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. എന്ത് സർപ്രൈസ് ഡാഡ്? ഫസ്റ്റ് യു കം ഹോം. അതെന്തായിരിക്കും? ഇനി ഗംഗയുടെ കാര്യത്തിൽ അച്ഛൻ ഓക്കെ ആയിട്ടുണ്ടാവുമോ? ഗംഗയും ഭൂമിയും എങ്ങും എതിലും, ഗംഗയും ഭൂമിയും എങ്ങും എതിലും നമ്മുടെ പ്രണയം വർണ്ണമടി. ജീവിതകാലം വേർപിരിയാതെ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കാം. తగిట తదింగినతో దీంతో తగిట తన దిన తదింగినతో ഗംഗയും ഭൂമിയും എങ്ങും എതിലും നമ്മുടെ പ്രണയം വർണ്ണമടി.
ആരാ അവിടെ? വിനോദ് എത്തി. ഒരു ചെയർ എടുത്തോണ്ട് വാ. ഹായ് ഡാഡ്. ഹായ് മോനെ, യാത്രയൊക്കെ സുഖമായിരുന്നു? വെൽ ഡാഡ്. ഹായ് മാം. മോനെ നീ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു? പോയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞമ്മേ. ചെയർ ഇങ്ങോട്ടിട്ടേക്ക്. ശരി മാഡം. അമ്മ ഇരിക്കെ. ഇതാ ഡാഡി പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ്. വെരി പ്രോഫിറ്റബിൾ പ്രോജക്റ്റ്. നീ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അല്ല, എന്തോ ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അത്? സീതേ, വരുന്ന ചേച്ചി. ആ ടേബിളിന്റെ മുകളിലുള്ള കവർ എടുത്തു കൊണ്ടുവരൂ. ശരി ചേച്ചി. ഇവളാ നീ വിവാഹം കഴിക്കാൻ പോണ പെണ്ണ്. നിന്റെ അമ്മയുടെ മോളാ. ഡോണ്ട് പ്ലേ വിത്ത് മീ ഡാഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ഗംഗയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. നിന്റെ ആഗ്രഹത്തിന് എനിക്ക് എതിരില്ല, പക്ഷെ ഗംഗപ്പ ഇവിടെ ഇല്ല. അല്ല, ഡാഡി നുണ പറയാണ്. മോനെ, അച്ഛൻ പറയുന്നത് കേക്ക് മോനെ. ഞാൻ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും അച്ഛനും സംസാരിക്കുമ്പോൾ കുറുകെ വരരുതെന്ന്. മോനെ, പറഞ്ഞാ മനസ്സിലാക്ക്. കാണുന്നില്ലെന്നാണ് എല്ലാരും പറയുന്നത്. ചിലര് മരിച്ചുപോയി എന്നുകൂടെ പറയുന്നുണ്ട്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് ഡാഡ്, ടെൽ മി ദ ട്രൂത്ത്. വാട്ട് ഹാപ്പൻ ടു ഹെർ? യെസ്, ഹർ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. വാട്ട് ക്യാൻ ഐ ഡു? ഐ കാൻ ബിലീവ് ദിസ്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ഇതിന് കാരണമായി ഒരുത്തിനെ ഞാൻ വിടില്ല. മോനെ, ഞാൻ പറഞ്ഞു. മോനെ എന്താ ഈ കാണിക്കുന്നേ? പോലീസിലൊന്നും പോലെ മോനെ. മാറൂ. മോനെ അവിടെ ഒന്ന് നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ എന്താടോ നീ ആ ശിവന്റെ അടുത്ത് കാശ് മേടിച്ചായിരുന്നു? അവനിപ്പോ വന്ന് നമ്മളോട് കൈക്കൂലി ചോദിക്കണം. നമസ്കാരം, എനിക്ക് സാറിനൊന്ന് കാണണം. എന്താ കാര്യം? എന്തിനാ ഇവിടെ വന്ന്? സാറിനെ കണ്ട് എന്റെ മോളുടെ കാര്യം ഒന്ന് പറയാം. അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ സ്റ്റേഷനിലോട്ട് വാ. സ്റ്റേഷനിൽ പോയാൽ എനിക്ക് സാറിനെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. പറഞ്ഞില്ലേ എവിടെയൊന്നും നിൽക്കരുതെന്ന്. പോവാൻ. ഡോ, എന്താടോ അവിടെ? സാറിനെ കാണാൻ. നമസ്കാരം സാർ. എന്താ കാര്യം? സാറേ, എൻ്റെ മകള് കാണാതെ ഒരാഴ്ച കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഞങ്ങൾ നോക്കിയതാ, ബന്ധുക്കാരെ വീട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിയതാ. അവൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങളിപ്പോൾ കാത്തിരിക്കുകയാണ്. ഒരു വിവരമില്ല സർ. അതുകൊണ്ടാണ് സാറിന്റെ സഹായം ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സർ. ഡോ, തന്റെ കേസ് സ്റ്റേഷനിലുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കണ്ടുപിടിക്കുവാണെ വന്ന് പറയും. അതും നിന്റെ വീട്ടിൽ തന്നെ വന്ന് പറയും. ഡോ, നാളെ തൊട്ട് നീ സ്റ്റേഷനിലെ ഡ്യൂട്ടി നോക്കിയാൽ മതി. വിഷമിക്കാതെ അമ്മാവാ, നമ്മുടെ കുട്ടി തീർച്ചയായിട്ടും വീട്ടിൽ വരും. എൻ്റെ മകള് അവൾ എവിടെ പോയി, എന്ത് സംഭവിച്ചു, ഒരു പിടുത്തമില്ല. എന്താ കാര്യം? ഒരു കംപ്ലൈന്റ് ഉണ്ട്. ആർക്കെതിരെയാ? അച്ഛനെതിരെ. അച്ഛനെതിരെ? ഗംഗ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ലവ് ചെയ്തിരുന്നു. അതെന്റെ അച്ഛന് ഇഷ്ടമായിരുന്നില്ല. എന്റെ അച്ഛൻ അവളെ കൊന്നുകളഞ്ഞു. എന്റെ അപ്പനാണ് കൊന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എനിക്കുറപ്പാ, അച്ഛൻ തന്നെ ചെയ്തേ. തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് ആണോ? നീ തന്നെ അകത്ത് പോകേണ്ടി വരും. നിങ്ങളുടൻ തന്നെ ഈ കംപ്ലൈന്റ് സ്വീകരിച്ച് അച്ഛൻ അറസ്റ്റ് ചെയ്യും. അച്ഛന്റെ പേരെന്താ? സുകുമാരൻ. സുകുമാരനോ? അച്ഛൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. 944 31 299 05. ഓക്കെ. എന്താ ഇത്? നിങ്ങളുടെ മുഖമൊക്കെ വീർത്തിരിക്കുന്നല്ലോ. മകന് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തല്ലോ, അതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകും. ഇതുവരെ 5 മാസം 7 കൊലയാണ് നടന്നിരിക്കുന്നത്. നടന്ന കൊലപാതകത്തിന് ഒരു പ്രോഗ്രസും ഇല്ല. എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? എവറിബഡി ഈസ് യൂസ്ലെസ്. സർ, ഇൻവെസ്റ്റിഗേഷൻ ഷാർപ്പായിട്ട് തന്നെ പോകുന്നുണ്ട് സർ. റിവെഞ്ച്, ഇമോഷണൽ മർഡർ അത്തരത്തിൽ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സസ്പെക്ടിനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. സ്റ്റോപ്പ് ദ നോൺസെൻസ്. സീരിയസ് മർഡറാണ് നടന്നിരിക്കുന്നത്. ഒരു വിറ്റ്നസിനെ പോലും കിട്ടിയില്ല. കൊല ചെയ്തവൻ അത്ര ബ്രില്യൻ്റ് ആണോ? നോ സർ, ഐ തിങ്ക് ഹീസ് എ സൈക്കോ കില്ലർ. മരിച്ചവർക്കും കൊല ചെയ്തവർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരുത്തൻ കണ്ണിന് മുമ്പിൽ പെടുന്നവരൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ പിടിച്ചിരിക്കും. I don't want any explanation. Nab him within 24 hours. Okay? Yes, sir. അവരുടെ പ്രേമം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അത് ശരിയാ. പക്ഷേ ഒരു കൊല ചെയ്യാൻ മാത്രം അത്ര ക്രൂരനല്ല ഞാൻ.
സാറിൻ്റെ മകൻ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നത്. ഫോർ ഫർദർ എൻക്വയറി പ്ലീസ് ടു കോപ്പറേറ്റ് വിത്ത് us. ഷുവർ സർ. താങ്ക് യു സർ. ഓക്കെ സർ. ബൈ. ഷുവർ. മോനെ നീ എന്തായി കാണിച്ചത്? വിടമേ, എന്നോടൊന്നും ചോദിക്കരുത്. അവിടെ അവിടെ എന്നെ നിൽക്ക് ഒന്ന് നീ. ഒറ്റയ്ക്ക് വിടൂ. ഞാൻ പറയുന്നത് കേക്ക്. വിഷമിക്കണ്ട പാർവതി, അവൻ തിരിച്ചു വരും. അവൻ നമ്മുടെ മോനാ. വാ, നമുക്ക് പോവാം. നീ കരയാതിരിക്കേ. മോനെ, ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യ? വീട്ടിലേക്ക് വാ. അച്ഛൻ വിഷമിക്കും. എന്താ മോനെ മോനോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? വാ മോനെ, പിടിവാശി പിടിക്കല്ലേ, പറഞ്ഞാ കേക്ക്. ആ കൊലപാതകയുടെ വീട്ടിലേക്ക് ഞാനില്ല. അച്ഛനെ പറ്റി അങ്ങനെ പറയല്ലേ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി മോനെ അറിയില്ല. നിങ്ങൾക്കറിയാലോ അല്ലേ? എന്നാ ചെല്ല്. ഞാൻ വരില്ല. മോനെ, ഞാൻ വീണ്ടും പറയാണ്, ആരെന്നറിയാത്ത പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിന് നിന്റെ അച്ഛനോട് വഴക്കിടരുത്. എടൂ വേലക്കാരാ, ഞാനവിടെ വന്നു കഴിഞ്ഞാൽ താൻ ജീവനോട് ഉണ്ടാവില്ല. തന്റെ മുതലാളിയോടും കൂടിയാ പറഞ്ഞേ. എന്താണോ നോക്കുന്നേ? പോടോ.
അച്ഛനെ മതിക്കാത്തവൻ ചാവടാ നീ. ഹലോ, പറയൂ. മിസ്റ്റർ സുകുമാരനല്ലേ? അതെ. നിങ്ങളുടെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റി? നേരിട്ട് വരുമോ? പറയാം. ഏത് ഹോസ്പിറ്റലാ? വിജയലക്ഷ്മി ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളാം. ആരാത്? ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. എന്താടോ, എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല? ഉറങ്ങിപ്പോയി സാറേ. എന്റെ മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാണ്. താനൊരു കാര്യം ചെയ്യും, സ്റ്റേഷനിലേക്ക് പോയി എന്റെ മകനെ രക്ഷിച്ചവനെ ഒന്ന് കണ്ട് അവനെ ആരാണ് ആക്രമിച്ചതെന്ന് അന്വേഷിച്ച് എനിക്ക് വിവരം പറ. പെട്ടെന്ന് വേണം. ശരി സാറേ. പറയണം സർ. സർ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ആരും സംശയിക്കാൻ പറ്റില്ല. അതെന്റെ മകനൊന്ന് സുഖം പിടിക്കട്ടെ. തന്റെ അസിസ്റ്റന്റ് പേരിലെ ഞങ്ങൾക്ക് സംശയം. നിങ്ങളുടെ മകൻ ആക്രമിച്ചത് അവനാണ്. സോറി ഇൻസ്പെക്ടർ, പ്ലീസ്. ഇയാൾ എന്താ? എടോ, നമുക്ക് നമ്മുടെ പണി നോക്കാം. വാ. സർ, കണ്ടില്ലേ മിസ്റ്റർ ജയകുമാർ, മകൻ അച്ഛൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അച്ഛനാണെങ്കിൽ അയാളുടെ അസിസ്റ്റന്റിനെ രക്ഷിക്കാൻ നോക്കുന്നു. എന്തൊരു കുടുംബാടോ ഇത്. സാറേ, വലിയ വീടുകളിലൊക്കെ ഇതുപോലെയൊക്കെയാ സാറേ. കൊടുത്ത തൊണ്ടി ശരിയല്ല സാറേ. ഏയ്, അവന്റെ ഒരു തൊണ്ടി പിടിച്ച് മാറ്റാവനെ. അയ്യോ, സത്യം പറഞ്ഞ അടിക്കുന്നെന്തിനാ? ഞാൻ കായലിൽ മീൻ പിടിക്കുന്നവനാണ്. എന്റെ കയ്യിൽ അവനെ കിട്ടിയ അവനെ തീർത്തുകളയും ഞാൻ. സർ, നിങ്ങളുടെ സണ്ണിന് ബോധം വീണു. അകത്ത് പോയി കണ്ടോളൂ. സാറേ, നമ്മുടെ സ്റ്റേഷൻ്റെ അതിർത്തിയിൽ വീണ്ടും ഒരു ഡെഡ് ബോഡി. ഏകദേശം അതിനൊരു 30 വയസ്സ് തോന്നിക്കും. മുഖം അത്ര ക്ലിയർ അല്ല സാർ. ഓക്കെ സാർ. കൊലകളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. കണ്ടുപിടിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആരാണാവോ ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്? സാറുമാരെ, എന്താണത്? വെറുതെ ഇവരൊക്കെ പോലീസാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമുണ്ട്? ഒരാളെ പോലും കണ്ടുപിടിക്കണില്ല. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ മക്കളെയൊക്കെ പേടിച്ച് പുറത്തു വിടാൻ പറ്റില്ല. ശവത്തിനെ പോസ്റ്റ്മോർട്ടത്തിൽ കൊടുത്തു വിടണം. എന്നിട്ട് എവിഡൻസ് കിട്ടുമോ നോക്കണം. ഓക്കെ സാർ. മരുമോനെ, ഇനി നമുക്ക് കൊലപാതകയെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇവിടുന്ന് പോകുന്നല്ലേ. നമുക്ക് നമ്മുടെ നാട്ടിൽ പോയി വല്ല ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കാതെ. ഓ, ഇയാളോ? വന്ന വഴിക്ക് പോ. നടക്ക. ഇങ്ങ് വന്നേ. എന്താ സാറേ? എവിടേക്കാ പോണേ? ഞങ്ങള് സ്വന്തം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. അതൊക്കെ ശരി തന്നെ. എന്താടോ അതൊക്കെ? നിന്നെ കണ്ട കാട്ടുപോത്തിന്റെ പോലെ ഉണ്ട്, ഇവനെ കണ്ട കാട്ടുപന്നിനെ പോലെ ഉണ്ട്. അതെന്താ തങ്കപ്പനും തേനപ്പനും? സാറേ,
ഇപ്പോഴത്തെ പിള്ളേരുടെ പേരൊക്കെ സഹിക്കാൻ പറ്റൂ സാറേ, അതുകൊണ്ട് ഞങ്ങൾ പഴയ പേരെടുത്ത് കാച്ചിയത്. എന്നാ വൃത്തിയായിട്ട പേരെന്താച്ചാ പറഞ്ഞു തൊലയ്ക്ക്. സാർ ഇത് വേറെ ആരോടും പറയല്ലേ. അതിന് പേര് പറഞ്ഞില്ലല്ലോ. ഇനി സത്യം പറയാം സാറേ, എന്റെ പേര് മാങ്ങ, ഇവന്റെ പേര് തേങ്ങ. അതെ. ഈ ലോകത്തിൽ വേറെ ഒരു പേര് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കഷ്ടം. ഒന്ന് പോകുന്നുണ്ടോ? മേലാൽ നിങ്ങളെ രണ്ടുപേരും എന്റെ കണ്ണു മുമ്പിൽ കണ്ടാലോ ഉണ്ടല്ലോ, നിങ്ങളെ ഞാൻ വെച്ചിക്കില്ല. പറഞ്ഞേക്കാം, ആട്ടുപോത്തിനെ വെച്ച് ഞാൻ നിങ്ങളെ കൊന്നുകളയും. ഒന്ന് പോകുന്നുണ്ടോ? ശരി, സ്പോട്ടിൽ നിന്ന് നമ്മുടെ പോലീസുകാരോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ഹലോ ഇൻസ്പെക്ടർ. ഞാൻ കുമാറാണ് സംസാരിക്കുന്നു. ഞാൻ മകനോട് ചോദിച്ചു നോക്കി, ഇതെല്ലാറ്റിനും കാരണക്കാരൻ സാറ് പറഞ്ഞ ആളല്ലേ? ഞാൻ അന്നേ പറഞ്ഞ സംശയിച്ചത് ശരിയാണ്. അവൻ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം സർ. ഷുവർ. എടോ ജയകുമാർ, കം ലെറ്റ്സ് മൂവ്, കം ഓൺ ക്വിക്ക്. ഹലോ, കൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ സുകുമാർ? യെസ്. കുറ്റവാളിയെ ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ച് നോക്കി. അവനെക്കുറിച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? മൂന്നാറിനടുത്ത് എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്, അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കി. Come on. Let's charge. You. നിന്നെ കാണിച്ചാ സത്യം പറ. ഹലോ ആണോ? ആ ശരി സർ. വല്ലതും പറഞ്ഞോ? സാറേ, അവനെ ഒരുപാട് തല്ലി, ഒരക്ഷരം വേണ്ടുന്നില്ല സാർ. ഇനി ഇതുപോലെ തല്ലുവാണെങ്കിൽ അവൻ ചത്തുപോകും സാർ. പിന്നെ നമുക്ക് സത്യം എന്താണെന്ന് അറിയാതെ പോകും സാർ. ഇതിനൊറ്റൊരു വഴിയുള്ളൂ സാർ, ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുവന്ന് സത്യം പറയിപ്പിക്കുക. ഹലോ ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ് സർ. ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഹൗ യു? ഐ ആം ഫൈൻ സർ. എന്താ പേഷ്യന്റിന്? നോ നോ, ഹി ഈസ് നോട്ട് എ പേഷ്യന്റ്, ഹി ഈസ് എ കില്ലർ. നോ നോ, ഇവിടെ വരുന്ന എല്ലാവരും പേഷ്യന്റ് ആണ്. സോറി സർ. വരൂ. ഓക്കെ. സർ, ഇപ്പം വാ തുറന്നാലേ ഞങ്ങൾക്ക് സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്ലീസ് ഹെൽപ്പ് us. Take it easy. All right, sir. ഇൻസ്പെക്ടർ പ്ലീസ്. Okay. കുടിക്കാൻ വെള്ളം വേണോ? വേണം. കുടിച്ചോളൂ. കുറച്ചുകൂടെ വേണോ? വേണ്ട. റിലാക്സ്, കിടന്നോളൂ. എന്താ പേര്? നാരായണൻ. ഇപ്പം എന്താ കാണുന്നത്? ഇരുട്ട്, ആകെ ഒരു ശബ്ദം. എന്താ വേണ്ടത് നിങ്ങൾക്കിപ്പം? വിശക്കുന്നു.
എന്തോന്നാടാ ഈ കാണിക്കുന്നേ? ആ പിഞ്ചു കുഞ്ഞ് കരയുന്നത് കേട്ടില്ലേ? അവനത് കേക്കാണ്ട് ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കണം, നാശം പിടിച്ചവൻ. ശോ. ഓ എന്റെ ദൈവമേ, ഈ കുഞ്ഞിന്റെ കരച്ചില് കേട്ട ആർക്കും സഹിക്കാൻ പറ്റുകയല്ല. ഇത് കേട്ടിട്ട് ഒരു തരി ഒരു അനക്കം ഇല്ലാതെ നിനക്കൊക്കെ എങ്ങനെ തോന്നാടെ വെള്ളം അടിക്കാനായിട്ട്? എനിക്ക് ആ നായന്റെ മോളെ ഇഷ്ടല്ല, എനിക്കതിലൊന്നും താല്പര്യമില്ല. നീ വേണമെങ്കിൽ കുടിച്ച് എങ്ങനെയും പോയി ചത്തോ. ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാടാ. നീ എണീറ്റ് പോടാ അവിടെന്ന്. നിന്റെ അച്ഛൻ ശരിയില്ല, ഒരു വെള്ളടിക്കാരന. എന്നാലും പോട്ടെ മോനെ, നീ കരയണ്ട. നിന്നെ ഞാൻ നല്ലോണം നോക്കിക്കോളാം കുട്ടാ. സ്വന്തം കുഞ്ഞ് താഴെ വീണ് കിടക്കണത് കണ്ടിട്ട് പോലും അവന്റെ ആടിന്റെ കുട്ടീനെ എടുത്തോണ്ട് കിടക്കുന്നുണ്ട്. നീയൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് കാശ് കിട്ടും, ഈ ചെക്കനെ നോക്കി എനിക്ക് എന്ത് കിട്ടും? ഒന്ന് പോകുന്നുണ്ടോ തള്ള? ഇപ്പൊ നീ ഒന്നും അങ്ങനെ പറയരുത് കേട്ടോ. അതിനെയൊക്കെ സ്നേഹിച്ച് വളർത്തണം, എന്നാലേ അതിന്റെ ഗുണവും. ഒരു കുടുംബത്തെ വന്ന് ആ കുടുംബജീവിതം നശിപ്പിച്ചിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കണ്ടില്ലേ ശീലാവതിയായിട്ട്. നീയൊക്കെ നന്നാകൂടി, ഒരിക്കലും നന്നാവത്തില്ല. നോട്ടം കണ്ടില്ല, എന്തോ നാടി ഇങ്ങനെ നോക്കുന്നത്. മര്യാദയ്ക്ക് പോയി തള്ളേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഒറ്റ ചവിട്ടിന് ഞാൻ കൊന്നുകളയും പറഞ്ഞേക്കാം. ആരെ നോക്കോ? പേടിയാവുന്നു. എന്തേ? എന്റെ മുത്തശ്ശിയെ ചവിട്ടി കൊന്നവളെ എന്റെ അപ്പൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അച്ഛനെ കുറിച്ച് മനസ്സിൽ ബഹുമാനം ഉണ്ടാവണം. അവന് ബഹുമാനം എന്താണെന്നറിയില്ല, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്താടാ നിന്റെ അച്ഛൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്നെ? എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? നിങ്ങൾക്ക് അവിടെ തന്നെ താമസിച്ചൂടെ എൻ്റെ അമ്മയായിട്ട്? ആ, ഞാൻ ഓടുന്ന വെള്ളവാ. അണ കെട്ടി ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആർക്ക് വേണേലും വാരി കുടിക്കാം. ഞാൻ ഓടിക്കൊണ്ടേയിരിക്കും. അവനെ ഒന്നിനും കൊള്ളാത്തവനാ. അവന് നീ മകൻ, നിനക്ക് ഞാൻ അമ്മയോ? പോടാ, പോകാനല്ലേ പറഞ്ഞത്? വെച്ചാ അടക്കം ഒതുക്കവും വേണം. ഈ ഭൂലോകമേ അവളെ നമ്പിയാണ് ചുറ്റുന്നത്. അങ്ങനെ അല്ലാത്തവൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനേ അർഹതയില്ല. എടോ എഴുന്നേക്ക്, നിന്നോടാ പറഞ്ഞത്. എടോ, വെള്ളം അടിച്ചിട്ട് ഒന്ന് മലന്ന് കിടക്കുന്ന കണ്ടില്ലേ? ഇനി ഈ നേരത്തെ എങ്ങോട്ടാ പോവാ? എന്താ ചെയ്യാ? ഇവനുണ്ടല്ലോ ഇവിടെ. ഡാ എഴുന്നേക്ക്. ഉറങ്ങിപ്പോയോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിക്കുന്നോ? എങ്ങോട്ടാ പോന്നെ? ഇങ്ങോട്ട് വാ. ഇതേ കാണിക്കുന്നേ. അയ്യോ, എന്താ എന്താ ഇവിടെ ശബ്ദം? നിനക്ക് എന്താ പറ്റിയത്? എന്റെ മകൻ പാലിൽ പങ്ക് ചോദിക്കുക. എടാ നിന്നെ ഞാൻ. എടാ നീ എവിടേക്കായി പോയണ്? ഇങ്ങോട്ട് വാ, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു പെണ്ണിൻ്റെ സ്നേഹത്തിന് വേണ്ടി പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പെണ്ണിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാ? സ്നേഹിച്ചിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു. പറഞ്ഞ സമയത്തിന് ഒരിക്കലും വരില്ലവൻ. എന്തായി കാണിക്കുന്നേ? താഴെ ഇറങ്ങി വാ. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തെറ്റാ. എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ മരിക്കാൻ പോവാ. എന്നാ എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. കള്ളം പറയരുത്. ഞാൻ സത്യം പറയുന്നേ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. സത്യമാണോ? അയ്യോ, ഞാൻ പറയുന്നത് സത്യമാ. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതൊന്നും തെറ്റല്ല.
എന്തു പറ്റി? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? നിന്റെ അച്ഛനും അമ്മ അറിഞ്ഞ എന്തുമാത്രം വിഷമിക്കും. എനിക്ക് അമ്മയില്ല. അച്ഛനും എന്നെ പറഞ്ഞു വിട്ടു. എന്റെ അമ്മ എന്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. നീ വീട്ടിലേക്ക് തിരിച്ചു പോ. അച്ഛനൊന്നും പറയില്ല. ഞാൻ വീട്ടിൽ പോയി എന്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലും. ഞാൻ പറയുന്നില്ലേ, എന്നെ നീ അനുസരിക്കില്ലേ? നീ ഇപ്പൊ വീട്ടിലേക്ക് പോ. അച്ഛൻ പുറത്തേക്ക് എന്റെ അടുത്തേക്ക് വാ. ഞാൻ നിന്നെ നോക്കിക്കോളാം. സത്യമാണോ? ഉറപ്പായിട്ട് നോക്കിക്കോളാം. നീ അവസാനം വരെ ഉണ്ടാവോ? അവസാനം വരെ ഉണ്ടാവും. അയ്യോ, പോകാനല്ലേ പറഞ്ഞത്? അമ്പലത്തിലോട്ട് വരണം. കാഞ്ചന. ഇന്നെങ്കിലും സത്യം പറയണം. ഇത്ര നേരം എവിടെയായിരുന്നു? എന്നെ എല്ലാവരും എങ്ങനെയാ നോക്കിയെന്നറിയോ? നീ എങ്ങനെ അറിയാനാ? എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ. എന്നെ കണ്ട നിനക്ക് ചിരിക്കാൻ തോന്നുന്നല്ലേ? നീയല്ലേ പറഞ്ഞത് ദേഷ്യം ശരീരത്തിന് നല്ലതല്ലെന്ന്. പിന്നെന്തിനാ ദേഷ്യപ്പെടുന്നത്? വിശ്വസിച്ചോ? പ്രസാദം. നമ്മളുടെ ഈ കല്യാണം ആരും അറിയരുത്. ഞാൻ അപ്പളേ പറഞ്ഞതാ, കേട്ടില്ല. ജീവൻ അങ്ങനെ കളയാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ആലോചിക്കുന്നത് അപ്പം ആലോചിക്കാന്നില്ലേ നിനക്ക്? ഇപ്പം ചെന്ന് സത്യാവസ്ഥ പറയാം, അവനെ മനസ്സിലാക്കും. അവൻ മനസ്സിലാക്കില്ല. തെറ്റായ ഒരു തീരുമാനം എടുക്കും. അതിന് നമുക്കെന്താ ചെയ്യാൻ സാധിക്കാ? ഞാൻ കുറച്ചുനാൾ ഒളിച്ചിരിക്കാൻ പോവാ. എന്നിട്ട് അവൻ എന്നെ അന്വേഷിച്ച് മടുക്കുമ്പോ, കുറെ കാലങ്ങൾ കഴിയുമ്പോ കുറേശ്ശെ അവൻ എന്നെ മറന്നോളും. പിന്നീടൊരിക്കൽ ഞാനും എൻ്റെ ഓർമ്മകളും അവൻ്റെ മനസ്സിൽ നിന്നില്ലാതാവും. അതുമാത്രമല്ല, എൻ്റെ വീട്ടുകാര് എന്നെ എൻ്റെ മുറച്ചെറുക്കിന് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വാശി പിടിക്കുക. ഇതിനെല്ലാത്തിനും വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ട സമയമായി തോന്നുന്നു. അതിന് നീ ഒഴിഞ്ഞു മാറാൻ പോവാണോ? ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടാളും പോവാ. വാ ചെല്ലക്കിളി വാ. വന്നേ വന്നേ. എന്തിനാ പാതിരാത്രിക്ക് ഒച്ച വയ്ക്കുന്നത്? വാ. ഇവിടെ നിക്കണ്ട, പോ. നീ വാ ചെല്ലക്കിളി.
എന്താ എന്താ നിന്ന് പോയത്? എനിക്ക് വേണ്ടി അവൻ എപ്പോഴും ഇവിടെയാ കാത്തിരിക്കാറ്. അതിനെ ആ ബാഗിങ് ഇതാ. നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എടി നീ എന്താ ഈ ചെയ്യാൻ പോണ്? പെട്ടെന്ന് വാ പോവാം. നിക്കടാ, ദാ വരുന്നു. ആൾക്കാർ വരുമ്പോ നിനക്ക് രക്ഷപ്പെടണം. നിനക്കെന്താ മനസ്സിലാകാത്ത? പെട്ടെന്ന് വാ. ഒറ്റ പോടാന്ന് കരുതി കൊറേ നേരം നീ ഇങ്ങനെ കിടന്ന് കരയുന്നത്. കരഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? പോയവള് പോയില്ലേ, സമാധാനിക്ക്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമുക്ക് ഇതില് വല്ലതും കൂടുതൽ പറയാൻ പറ്റും? ഈ നാട്ടുകാരൊക്കെ എത്രയോ കണ്ടതാ പെൺകുട്ടി അങ്ങോട്ട് അവളിങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഓ വല്ലാത്ത ഇത് തന്നെ. പെണ്ണ് പോയത് പോയി. എന്താ മോനെ ഊണ് പൊതിയുണ്ട് കഴിച്ചോളൂ.
ഡോ, ഞാൻ തന്നോട് ഭക്ഷണം ചോദിച്ചോ? ഞാനെന്താ എന്തൊരു ഭിക്ഷക്കാരനാണോ? അഹങ്കാരം നോക്കിയേ. നിങ്ങൾ നല്ല ഇങ്ങോട്ട് വാ. ജോലി ഉണ്ടോ താടോ? ജോലി പോകാം. തരാവോ? ചുമ്മാതല്ല എടുത്തോണ്ട് ഇവിടെ പോടോ, ഇങ്ങനെ അവനൊരു അനാഥനായിട്ട് കൊതി. കിടക്കുന്നത്. മോനെ, ഞാൻ പിച്ചിടാൻ വന്നതല്ല. ജീവിക്കാൻ നല്ലൊരു വഴി കാട്ടിത്തരാം. നീ എൻ്റെ ഒപ്പം വരുന്നോ? പേര്? നരേന്ദ്രൻ. എവിടെയാ സ്ഥലം? അടുത്തുള്ള ഗ്രാമമാ. അച്ഛനമ്മയും? ആരുമില്ല സാറേ. വിഷമിക്കേണ്ട, ഞാനുണ്ട്. ആ ഗംഗയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു? മുതലാളിയുടെ കുടുംബത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചു, പ്രേമാണെന്ന് പറഞ്ഞ്. അവളെ ഞാൻ കുറ്റിക്കാട്ടിൽ കുഴിച്ചു മൂടി. മുതലാളിയോട് ഇത്രയും വിശ്വാസമുള്ള നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ മകനെ കൊല്ലാൻ നോക്കിയത്? സ്വന്തം അപ്പനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് എൻ്റെ മുതലാളിയുടെ സ്വസ്ഥത നശിപ്പിച്ച അവൻ അയാളുടെ മകനെയല്ല. മുതലാളി എനിക്ക് എൻ്റെ ദൈവം അതിനേക്കാളും മേലെയാണ്. അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത്. അവനെ രക്ഷപ്പെടുത്തിയ ആ മുക്കുവനില്ലേ, ആരാത്? അന്ന് രാത്രിയിലെ അവനെ ഞാൻ മീനിന് ഭക്ഷണമാക്കി. മുതലാളിയുടെ വീട്ടിലേ ഇരുന്ന് ഞാൻ വെളിയിലത്തെ ലോകം എന്താണെന്നറിയാൻ മേലാണ്ട് എന്നെ അനാഥ വരാതെ എന്ന് വിളിച്ചു നടന്നു. അവസാനം
നീ ആരാ? ചന്ദ്രശേഖരന്റെ ഫ്രണ്ടാണോ? അവര് പോയല്ലോ. മിണ്ടത്തില്ലേ? നീ എന്തിനാ വന്നത്? അതിനു വേണ്ടിയല്ലേ? വാ. വാ. റിലാക്സ്. ഒരു മനുഷ്യ മനസ്സിൽ ഇത്രയ്ക്ക് വേദനകളോ? ഇൻസ്പെക്ടർ. യെസ് സർ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. എല്ലാറ്റിനും കാരണം സ്നേഹമാണ്. മുതലാളിയോടുള്ള സ്നേഹം, ഭ്രാന്തമായ സ്നേഹം. കുട്ടിക്കാലത്ത് മക്കളുടെ മുൻപിൽ തോറ്റു തരുന്ന അച്ഛനെ കാണുമ്പോൾ ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ആ അച്ഛൻ തോൽക്കുന്നതെന്ന് ആ പിഞ്ച് മനസ്സ് വിചാരിക്കും. ആ മനസ്സാണ് ഇപ്പോഴും ഇവന്. പക്ഷേ അവൻ്റെ മനസ്സിൽ സത്യം മാത്രമേ ഉള്ളൂ. എനിവേ, താങ്ക് യു All ഫോർ the best. എവറിത്തിങ്. യു ആർ വെൽക്കം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഈ കാശ് കൊണ്ട് ഒരു പഞ്ചർക്കട ഇട്ടു. എന്താ? ചേട്ടാ, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും എന്നെ സഹായിച്ചു. എനിക്കിപ്പോൾ പരമസുഖമാ. എല്ലാ കടങ്ങളും ഞാൻ തിരിച്ചു കൊടുത്തു. ഇനി നിങ്ങളുടെ കടം മാത്രമേ ബാക്കിയുള്ളൂ. അത് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. സ്വന്തം മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ എന്നെ സഹായിക്കാൻ ഒരു നല്ല മനസ്സുണ്ടായിരുന്നു. ആ മനസ്സിനെ ഇല്ലാതാക്കിയ നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്. നരേന്ദ്ര, നിന്നെ കണ്ട നിമിഷം നിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്ന നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആരും പറയാത്തൊരു കള്ളം ഞാൻ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. നാളുകൾ കടന്നു പോകും, കാലങ്ങളും കടന്നു പോകും. ഒരു ദിവസം സത്യം മനസ്സിലായി എന്റെ ഓർമ്മകളും കടന്നു പോകും. നീ ഒരു മനുഷ്യനായി ജീവിക്കുന്ന വിശ്വാസത്തോടെ എന്ന് കാഞ്ചന.